തിരുവനന്തപുരത്ത് മലയോര മേഖലയിലും നഗരപ്രദേശത്തും ഒരുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത ഇന്നലെ വൈകുന്നേരം മുതൽ പെയ്ത മഴ ബാധിച്ചത്. വലിയ തോതിലുള്ള കൃഷിനാശം ഈ മലയോര മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പലയിടങ്ങളിലായി മരമൊക്കെ ഒടിഞ്ഞു വീണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാകുന്നു. ഞാനിപ്പോൾ ഉള്ളത് അരുവിക്കര ഡാമിലാണ്. ഡാം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. ഡാമിലെ 5 ഷട്ടറുകളാണ് നിലവിൽ തുറന്നു വെച്ചിരിക്കുന്നത്. 5 ഷട്ടറുകൾ കൂടി 100 സെൻറ്റിമീറ്റർ ഉയരത്തിൽ തുറന്നു വെച്ചിരിക്കുന്നു. അവിടെ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളം ഒഴുകി താഴേക്ക് എത്തുന്ന സ്ഥലങ്ങളിലെ തീരദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെയ്യാർ ഡാമിൻ്റെ അവസ്ഥയാണെങ്കിലും ഏകദേശം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരികയാണ്. തിരുവനന്തപുരത്തെ ഡാമുകളിൽ അത്ര വലിയ സംഭരണശേഷിയുള്ള ഡാമുകൾ എന്ന് പറയാൻ പരുവത്തിനുള്ള ഡാമുകളില്ല. ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ചെറിയ ഡാമുകളുണ്ട്. ആ ഡാമുകളെല്ലാം വരും മണിക്കൂറുകളിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് താഴേക്ക് പോവുകയാണ്. ആളുകളോടൊന്നും ഇതിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവരോട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും മറ്റുമൊക്കെയായി ഇങ്ങനെ എത്തുന്ന ഈ കല്ലാർ, അതോടൊപ്പം തന്നെ നെയ്യാർ, ഈ പറയുന്ന അരുവിക്കര ഡാമുകൾ, അതിൻ്റെ താഴത്തോട് ചേർന്നുള്ള ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങൾ അടക്കമുണ്ട്. അവിടേക്ക് എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിവതും അവിടേക്കുള്ള യാത്ര ഒഴിവാക്കണം. പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. രതീഷ് പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. തുള്ളിക്കൊരുകുടം പേമാരി എന്നൊക്കെ പറയുന്നത് പോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ മാനവീയ വീതിയിലും ചാക്കയിലുമൊക്കെ വെള്ളക്കെട്ടുണ്ടാകാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 5-10 മിനിറ്റാണ്. അത്രയും സമയത്തിനുള്ളിൽ വലിയ തോതിൽ വെള്ളം താഴേക്ക് പതിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് അത്. നഗരത്തിൽ വെള്ളക്കെട്ടാണ് അതിൻ്റെ പ്രശ്നമെങ്കിൽ മലയോര മേഖലയിലെ പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയധികം വെള്ളം ഒരുമിച്ച് താഴേക്ക് പതിക്കുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഈ പറയുന്ന മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ നിറയെ മരങ്ങളും മറ്റുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അപകടം സംഭവിക്കാതെ നോക്കണം എന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നു. ഇത്രയും നേരം ഇന്നലത്തേതിൻ്റെ ഒരു തനിയാവർത്തനം ഇന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് രതീഷ്. രാവിലെ എല്ലാം തെളിഞ്ഞു നിന്നൊരു അന്തരീക്ഷമായിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു 10-11 മണി വരെയൊക്കെ. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുന്നു. വീണ്ടും മഴ പെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് അനുസരിച്ച് യെല്ലോ അലർട്ടായിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ മുന്നറിയിപ്പ് ഇപ്പോൾ ഓറഞ്ചായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ ഇന്നലത്തെ അതേ സാഹചര്യം ആവർത്തിക്കുന്നുവോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ എന്തായാലും മഴ ചാറുന്നു എന്നതിനപ്പുറത്തേക്ക് ശക്തമായൊരു മഴയുടെ പെയ്ത്തില്ല. ശക്തമായ മഴയില്ല, പക്ഷേ അപ്രതീക്ഷിതമായാണ് തിരുവനന്തപുരം ജില്ലയുടെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിശക്തമായ മഴ പെയ്യുന്നത്. ഡാമുകളുടെ സ്ഥിതി ഉൾപ്പെടെയാണ് ഇപ്പോൾ അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.